ഇന്ന് നമുക്ക് പിരമിഡും ബൈബിളും തമ്മിലുള്ള ബന്ധം, അതിനെക്കുറിച്ച് ചില വേദഭാഗങ്ങളുടെ അടിസ്ഥാനത്തിൽ ചില സത്യങ്ങൾ കണ്ടെത്തുവാനാണ് നമ്മൾ ഇന്ന് പ്രയത്നിക്കുന്നത്. പിരമിഡിനെ കുറിച്ചൊരു ആമുഖം കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ഇട്ടിരുന്നു. അത് യെശയ്യാ പ്രവചനം 19-ാം അധ്യായം 19-20 വാക്യങ്ങളെ അടിസ്ഥാനപ്പെടുത്തിയിട്ടുള്ളതാണ്. ഈ മഹാത്ഭുതമായി നിൽക്കുന്ന പിരമിഡ്, അതിൻ്റെ നിർമ്മാണം, അതിൻ്റെ ഉദ്ദേശം, ആ പിരമിഡിൻ ഉള്ളിലുള്ള നിർമ്മാണം, അത് നമുക്ക് നൽകുന്ന അർത്ഥമുള്ള സൂചനകൾ, അവയെക്കുറിച്ചെല്ലാം വേദപുസ്തകം വളരെ വ്യക്തമായിട്ട് നമ്മളോട് പറയുന്നുണ്ട്. പിരമിഡിനെ കുറിച്ചുള്ള പഠനത്തിൽ ശാസ്ത്രത്തിന് കണ്ടെത്താൻ പറ്റാത്തതായ ഒരുപാട് കണക്കുകൾ അതിൽ അടങ്ങിയിരിക്കുന്നുണ്ട്. പിരമിഡിനെ കുറിച്ച് വളരെ അറിവ് ഇല്ലെങ്കിൽ തന്നെയും അതൊരു വലിയ അത്ഭുതമായിട്ടും വലിയൊരു നിർമ്മാണമായിട്ടും ലോകമിന്ന് അതിശയോക്തിയോടുകൂടി കണ്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ നിർമ്മാണത്തിന് പിന്നിൽ അമാനുഷമായൊരു ശക്തിയുണ്ടെന്ന് തെളിയിക്കുന്ന വിധത്തിലുള്ള വസ്തുതകൾ ഈ മഹാപിരമിഡിൽ അടങ്ങിയിരിക്കുന്നു എന്നുള്ളതാണ്. മറ്റു പിരമിഡുകൾ രാജാക്കന്മാരുടെ സ്മാരകമായിട്ടും ഒക്കെയാണ് നിർമ്മിച്ചിട്ടുള്ളത്. ഈ മഹാപിരമിഡിൽ അങ്ങനെ ശവങ്ങളൊന്നും അടക്കം ചെയ്തിട്ടില്ല എന്നുള്ളതാണ് ഇതിൻ്റെ ഒന്നാമത്തെ പ്രത്യേകത. ഈ പിരമിഡിനെ കുറിച്ച് വേദപുസ്തകം പറയുന്ന അനേകം വാക്യങ്ങളുണ്ട്. അതിലിന്ന് നമ്മൾ ഒരു 4-5 വാക്യങ്ങളെ കുറിച്ചാണ് പരിശോധിക്കുന്നത്. ഈജിപ്തിലെ ഗിസയിൽ നിർമ്മിച്ചിരിക്കുന്ന ഈ മഹാപിരമിഡിനെ, അതിൻ്റെ നിർമ്മാണത്തെ, അതിൻ്റെ ഉദ്ദേശത്തെ സൂചിപ്പിക്കുന്ന വിധത്തിലുള്ള ആശയങ്ങൾ. പിരമിഡ് ഭൂമിയുടെ മധ്യത്തിലാണ് നിൽക്കുന്നത്. അപ്പോൾ തന്നെ അത് ഈജിപ്തിലാണ്. ഈ പിരമിഡ് നിൽക്കുന്നതിൻ്റെ ആ സ്ഥലം, ഭൂമധ്യരേഖ, അവിടെ നിന്നും 2 ധ്രുവങ്ങളിലേക്കുള്ള അകലം, പിരമിഡിൽ നിന്നും സൂര്യനിലേക്കുള്ള അകലം, ഭൂമി ഒരു ദിവസം കൊണ്ട് ഒന്ന് കറങ്ങുന്നു, ഭൂമിയുടെ ഒരു ദിവസത്തെക്കുറിച്ചുള്ള കണക്ക്, ഭൂമി സൂര്യനെ വലം വയ്ക്കുന്നതിനെ കുറിച്ചുള്ള കണക്ക്, അല്ലാതെ തന്നെ ശാസ്ത്രീയവും ധാർമ്മികവുമായുള്ള കാര്യങ്ങൾ. ബൈബിളിൻ്റെ പ്രധാനപ്പെട്ട ഉപദേശങ്ങളുമായിട്ട് ഈ പിരമിഡ് നിലകൊള്ളുന്നു എന്നുള്ള യാഥാർത്ഥ്യങ്ങളും വസ്തുതകളും, ഇതൊക്കെയാണ് ഈ പിരമിഡിനെ മഹത്വപൂർണമാക്കുന്നത്. അല്ലാതെ തന്നെ നമ്മളതിൻ്റെ നിർമ്മിതിയെക്കുറിച്ചും അത്
നേരിട്ട് കാണുമ്പോൾ ഉണ്ടാകുന്ന ആ അത്ഭുതം ഇതിനോട് തന്നെ ചേർന്ന് ഉള്ളതാണ്. ഈ പിരമിഡിനുള്ള പ്രത്യേകത, ഇതിന് മലയാളത്തിൽ പറഞ്ഞാൽ സൂച്യഗ്ര ബിംബം എന്നാണ്. ഒരു പോയിന്റിൽ ചെന്ന് അവസാനിക്കും. ചതുരാകൃതിയിലുള്ള ഒരു കെട്ടിടമാണ് നമ്മൾ പണിയണമെങ്കിൽ അത് വീണ്ടും വീണ്ടും നമുക്ക് ഇഷ്ടം പോലെ കൂട്ടിച്ചേർക്കാം. ഒരു വീട് പണിതു, അതിനൊരു മുറി പോരാ, അപ്പോൾ നമ്മൾ തറ നീട്ടി അങ്ങോട്ട് പണിയാം. അപ്പം അത് ഇതിനോട് ചേർന്ന് നിന്നു. പക്ഷെ ഈ പിരമിഡിന്റെ നിർമ്മാണത്തിൽ മനുഷ്യന്റെ ഇഷ്ടത്തിന് കൂട്ടിച്ചേർക്കാവുന്ന വിധത്തിലല്ല അതിൻ്റെ രൂപം. നമ്മൾ അകലെ നോക്കിയാൽ ഒരു ത്രികോണമാകാം. ത്രികോണത്തിലേക്ക് കൂട്ടിച്ചേർക്കാൻ പറ്റും. അങ്ങനെ പണിതാൽ അതെപ്പോഴും വേർട്ട് തന്നെ നിൽക്കും. അതാണ് അതിൻ്റെ പ്രത്യേകത. സൂച്യഗ്ര സ്തംഭം. ഇത് എല്ലാ വശങ്ങളിൽ നിന്നും പണിത് മുകളിലേക്ക് കയറി ഒരു പോയിന്റിൽ അവസാനിക്കുകയാണ്. ഒരു പോയിന്റാണ്. ആ പോയിന്റ് എന്ന് പറയുന്നത് ഒരു പിരമിഡാണ്. അപ്പൊ ഇതിന്റെ ആകൃതി ഇങ്ങനെ ആയതുകൊണ്ട് ഇതില് കൂട്ടിച്ചേർക്കുന്ന പണി നടക്കുക. അതുകൊണ്ടാണ് ഇത് മറ്റുള്ള എല്ലാ നിർമ്മാണങ്ങളിൽ നിന്നും വ്യത്യസ്തമായി. ഈ നേർരേഖയല്ല ഇത്. ഈ രേഖ ഒരു കോണിൽ ചെന്ന് അവസാനിക്കുകയാണ്. നേർരേഖയിൽ പണിയപ്പെടുന്നത് വീണ്ടും വീണ്ടും ആ നേർരേഖയിൽ തന്നെ കൂട്ടിക്കൊണ്ടു പോകാം. ഇത് പരസ്പരം എല്ലാ ലൈനുകളും കൂട്ടിമുട്ടുകയാണ്. അപ്പം അതുകൊണ്ട് ഈ പിരമിഡ് അതിൻ്റെ നിർമ്മാണത്തിൻ്റെ ആ ഡിസൈനിൽ വേറിട്ട് നിൽക്കുന്നു. ഈ പിരമിഡിനെ കുറിച്ചുള്ള പ്രതിപാദന വിഷയത്തിൽ നമുക്കൊരു വാക്യം പരിശോധിക്കാം. യോബിൻ്റെ പുസ്തകം 38-ാം അധ്യായം 4 മുതൽ 6 വരെ പറയുന്ന ഭാഗം. യോബിൻ്റെ പുസ്തകത്തിലുള്ള പ്രത്യേകത, ഇതിൽ ഒരുപാട് ഭൂമിശാസ്ത്രപരമായ കാര്യങ്ങൾ, സയൻസിനെ സംബന്ധിക്കുന്ന കാര്യങ്ങൾ, സൂര്യനെ കുറിച്ച് പറയുന്ന കാര്യങ്ങൾ, നക്ഷത്രങ്ങളെ കുറിച്ച് പറയുന്നുണ്ട്. അപ്പോൾ സയൻസ് പരമായിട്ട് ഒരുപാട് കാര്യങ്ങൾ യോബിൻ്റെ പുസ്തകത്തിൽ പറയുന്നു. അത് ഭാഗമൊന്നുമായി യോബ് 38-ന്റെ 4 മുതൽ 6 വരെയുള്ള വാക്യം. ഞാൻ ഭൂമിക്ക് അടിസ്ഥാനമിട്ടപ്പോൾ നീ എവിടെയായിരുന്നു? നിനക്ക് വിവേകമുണ്ടെങ്കിൽ പ്രസ്താവിക്കാം. അതിന്റെ അളവ് നിയമിച്ചവൻ ആർ? നീ അറിയുന്നുവോ? അല്ല, അതിന് അളവുനൂൽ പിടിച്ചവൻ ആർ? പ്രഭാത നക്ഷത്രങ്ങൾ ഒന്നിച്ചു ഘോഷിച്ചുല്ലസിക്കുകയും ദേവദൂതന്മാരെല്ലാം സന്തോഷിച്ചാർക്കുകയും ചെയ്തപ്പോൾ അതിന്റെ അടിസ്ഥാനം ഏതിന്മേൽ ഉറപ്പിച്ചു? അല്ല, അതിന്റെ മൂലക്കല്ലിട്ടവൻ ആർ? ഇവിടെ ഭൂമിയുടെ നിർമ്മാണത്തെ കുറിച്ചാണ് യഹോവ ചോദിക്കുന്നത്. ഭൂമിയുടെ നിർമ്മാണം, ഭൂമിക്ക് മൂലക്കല്ല് ഇട്ടവനാർ എന്ന് ചോദിച്ചാൽ ഭൂമിക്ക് എങ്ങനെയാ മൂലക്കല്ലിടുന്നത്? ഭൂമി അവൻ നാസ്തിത്വത്തിന്മേൽ തൂക്കുന്നു എന്നാണ്. ഭൂമി എങ്ങും അടിസ്ഥാനം വെച്ച് ഉറപ്പിച്ചിരിക്കുന്നതല്ല. പ്രപഞ്ചത്തിൽ അങ്ങനെ ഒരു ഗോളം നിലകൊള്ളുന്നു, മറ്റുള്ള ഗോളങ്ങൾ പോലെ. അതിന്റെ അടിസ്ഥാനം ഏതിന്മേൽ ഉറപ്പിച്ചു എന്ന് നിനക്കറിയാമോ? ഇപ്പോ മൂലക്കല്ല് എന്നുള്ള ആ പ്രയോഗം പിരമിഡിന് യോജിക്കും.
സങ്കീർത്തനം 118 22-23. വീട് പണിയുന്നവൻ തള്ളിക്കളഞ്ഞ കല്ല് മൂലക്കല്ലായി തീർന്നിരിക്കുന്നു. ഇത് യഹോവയാൽ സംഭവിച്ചു, നമ്മുടെ ദൃഷ്ടിയിൽ ആശ്ചര്യമായിരിക്കുന്നു. വീട് പണിയുന്നവർ തള്ളിക്കളഞ്ഞ കല്ല് മൂലക്കല്ലായി, ഇത് യഹോവയാൽ സംഭവിച്ചു, നമ്മുടെ ദൃഷ്ടിയിൽ ആശ്ചര്യമായിരിക്കും. ഈ പിരമിഡ് പണിയുവാൻ ഒരുക്കിയെടുത്ത കല്ലുകൾ അധികവും ചതുരാകൃതിയിലാണെന്ന് നമ്മൾ മനസ്സിലാക്കി. ഈ ചതുരാകൃതിയിലുള്ള കല്ലുകൾ കൂട്ടിപ്പണിത് ഇത് മുകളിലേക്ക് ചരിച്ച് പണിത് വന്നപ്പോൾ ഇത് മുകള് ചേരാതെ വന്നു, മുകളെങ്ങും കൂടാതെ വന്നു. ഇതിൽ ഒരു കല്ല് ചതുരാകൃതിയിൽ അല്ലായിരുന്നു. നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഒരു മുക്കോണ് പോലെയുള്ള ഒരു കല്ലാണ്. ഈ വീട് പണിയുന്നവർ തള്ളിക്കളഞ്ഞ കല്ലെന്ന് പറയുന്നത് ഈ മുക്കോണ് പോലെ ഉള്ള കല്ലാണ്. ഈ ചതുരാകൃതിയിലുള്ള കല്ലുകളുടെ കൂട്ടത്തിൽ ഈ ഒരു കല്ല് ഇത് എവിടെയാണ് വയ്ക്കേണ്ടതെന്നറിയാതെ ഇത് മാറ്റി മാറ്റി ഇട്ടുകൊണ്ടാണ് ഈ പിരമിഡിന്റെ പണി തുടങ്ങിയത്. പിരമിഡിന്റെ പണി അവസാന ഘട്ടത്തിലായപ്പോഴത്തേക്കും ഇതിന്റെ മുകൾ ഭാഗം യോജിക്കാതെ വരുന്ന ഒരവസ്ഥയിലാണ്. അപ്പോൾ എന്ത് ചെയ്തു? ഈ തിരിഞ്ഞ് മാറ്റിയിട്ടിരുന്ന ഈ ഒരു കല്ല് അത് അതിൻ്റെ ഏറ്റവും മുകളിൽ എടുത്ത് വെച്ചു. ആ കല്ല് അതിൽ തന്നെ ഒരു പിരമിഡായിരുന്നു. അപ്പോൾ ആ പിരമിഡ് പൂർത്തിയായി. അത് ഈ പിരമിഡിന്റെ നിർമ്മാണത്തെ കണ്ടുകൊണ്ടാണ് അപ്പോസ്തലൻ പറഞ്ഞു, വീട് പണിയുന്നവർ തള്ളിക്കളഞ്ഞ കല്ല് മൂലക്കല്ലായി തീർന്നിരിക്കുന്നു. ഈ മൂലക്കല്ലിന് മറ്റൊരു പേരുണ്ട്, ടോപ്പ് സ്റ്റോൺ എന്നാണ്. മൂലക്കല്ല് ടോപ്പ് സ്റ്റോണിലാണ് വയ്ക്കുന്നത്. നമ്മൾ വീട് പണിയുമ്പോൾ മുകളിലാണോ മൂലക്കല്ല് വയ്ക്കണം? മൂലക്കല്ല് നിലത്തല്ലേ വയ്ക്കണം, താഴെയല്ലേ? അപ്പൊ എങ്ങനെയാണ് ഈ ടോപ്പ് സ്റ്റോൺ മുകളിൽ വെക്കേണ്ടതായി വന്നത് എന്നുള്ളതാണ് നമ്മൾ കണ്ടുപിടിക്കുന്നത്. സക്കറിയ പ്രവചനത്തിൽ ഒരു വാക്കാണ്, സക്കറിയാവ് 4:7 അവിടെ ഒരു നിർമ്മാണത്തെ കുറിച്ച് പറയുന്നു. അവിടുത്തെ നിർമ്മാണം ബാബേലിൽ നിന്നും മടങ്ങി വന്ന യഹൂദന്മാർ, അതിൽ പ്രധാനമായിട്ടും യോശുവയും സെരുബാബേലും, അവര് ഈ ആലയത്തിന്റെ നിർമ്മാണത്തിലെ പ്രധാന 2 വ്യക്തികളാണ്. ഏതാലയാണ്? BC 606 ബാബിലോൺ ചക്രവർത്തി നശിപ്പിച്ച ആലയം. അത് പേർഷ്യൻ ചക്രവർത്തിയായ കോരേശിന്റെ ആജ്ഞപ്രകാരം യഹൂദന്മാർ തിരികെ വന്ന് പണിയുന്ന സന്ദർഭമാണ്. അപ്പോൾ സക്കറിയാവിന് ഉള്ള ദർശനത്തിൽ അവിടെ ഒരു കാര്യം പറയുന്നുണ്ട്. സെരുബാബേലിന്റെ മുമ്പിലുള്ള മഹാപർവ്വതമേ, നീ ആര്? നീ സമഭൂമിയായി തീരും.
അതിന് കൃപ കൃപ എന്ന ആർപ്പോടുകൂടെ അവൻ ആണിക്കല്ല് കയറ്റും. അവിടെ സെരുബാബേലിന്റെ മുമ്പിലുള്ള മഹാപർവ്വതം, യോശുവയും സെരുബാബേലും ആലയം പണിയുവാൻ തുടങ്ങുന്നുവെന്ന് കേട്ടപ്പോൾ വലിയൊരു പ്രതിസന്ധി, വലിയൊരു എതിർപ്പ് അവർക്കുണ്ടായി ശത്രുപക്ഷത്തിൽ നിന്നും. അപ്പോൾ അവരെ ശക്തിപ്പെടുത്തുന്നതിനായിട്ട് പ്രവചന രൂപത്തിൽ പറയുന്നു, സെരുബാബേലിന്റെ മുമ്പിലുള്ള മഹാപർവ്വതമേ, നീ സമഭൂമിയായിത്തീരും. അതിന് കൃപ കൃപ എന്ന ആർപ്പോടെ ആണിക്കല്ല് കയറ്റും. ആണിക്കല്ല് എന്ന് പറഞ്ഞാൽ ടോപ്പ് സ്റ്റോൺ. അപ്പൊ ഇവിടെ ഇവർ തിരികെ വന്ന പണിത ആലയം, അതിന്റെ അടിസ്ഥാനം മുകളിലല്ലല്ലോ ഇടുന്നത്, അടിസ്ഥാനം താഴെയാണ്. അപ്പോ മറ്റൊന്നിന്റെ ലക്ഷ്യമാക്കിക്കൊണ്ട് പ്രവചന രൂപത്തിൽ പറയുന്ന ഭാഗമാണ് കൃപ കൃപ എന്ന ആർപ്പോടെ ആണിക്കല്ല് കയറ്റും എന്ന് മുകളിലേക്ക് കയറ്റും. ഈ പിരമിഡിന്റെ നിർമ്മാണത്തിൽ ഇത്ര ഭാരമേറിയ ഈ കല്ലുകൾ എങ്ങനെയാണ് ഇതിന്റെ മുകളിൽ പണിത് എന്നുള്ള കാര്യം ഇന്ന് സാങ്കേതിക വിദ്യകൾ ഏറ്റവും മികച്ച കാലഘട്ടത്തിൽ പോലും മനുഷ്യന് സങ്കല്പിക്കാൻ പറ്റാത്ത വിധത്തിലുള്ള കാര്യമാണ്. പക്ഷെ അത് സമഭൂമിയായി തീരുമെന്ന ദൈവത്തിന്റെ മുമ്പിൽ ഈ നിർമ്മാണം സമഭൂമിയിൽ പണിയുന്ന അത്രമേ ബുദ്ധിമുട്ട് അതിനുണ്ടായിരുന്നില്ല എന്നാ. നീ സമഭൂമിയായി തീരും എന്ന് പറഞ്ഞാൽ ഈ ഉയരത്തിലേക്ക് കല്ല് കയറ്റുന്നതൊന്നും പ്രയാസമുള്ള കാര്യമല്ലെന്ന്. അതങ്ങനെ പറയണമെങ്കിൽ ആരെ കൊണ്ട് സാധിക്കുള്ളൂ? അത് ദൈവത്തിന് മാത്രമേ പറ്റുള്ളൂ. സെരുബാബേലിന്റെയും യോശുവയുടെയും മുമ്പിലുള്ള ഈ എതിർപ്പുകൾ, ഇത് പണിതുയർത്തുവാനുള്ള എതിർപ്പുകൾ, അതൊരു സമഭൂമിയിൽ പണിത രീതിയിൽ ആയിത്തീരും. കൃപ കൃപ എന്ന ആർപ്പോടെ ആണിക്കല്ല് കയറ്റും. ഈ മഹാപിരമിഡിന്റെ ഏറ്റവും മുകളിൽ പണിതിരിക്കുന്ന ആ ഒറ്റക്കല്ല്, അതിൽ തന്നെ ഒരു പിരമിഡാണ്. ആ പിരമിഡ് യേശുക്രിസ്തുവിനെയാണ് സൂചിപ്പിക്കുന്നത്. ലോകത്തിന് സാക്ഷ്യത്തിനായിട്ട് ദൈവം നൽകിയിരിക്കുന്ന ദൈവത്തിന്റെ പുത്രനാണ് യേശുക്രിസ്തു. ഈ ഭൂമിയുടെ മധ്യത്തിൽ ക്രിസ്തുവിനെ നൽകിയിരിക്കുകയാണ്. മറ്റൊരുത്തനിലും രക്ഷയില്ല നാം രക്ഷിക്കപ്പെടുവാൻ. ആകാശത്തിൻ കീഴിൽ മനുഷ്യരുടെ ഇടയിൽ നൽകപ്പെട്ട വേറെ ഒരു നാമവുമില്ല. ഈ നാമം ഇതിന്റെ ഉടമയായിരിക്കുന്ന യേശുക്രിസ്തു എല്ലാത്തിൻ്റെയും ഉന്നതിയിലാണ് നിൽക്കുന്നത്. അത് സൂചിപ്പിക്കാനാണ് ഈ പിരമിഡിന്റെ മുകളിൽ തന്നെ ഈ ഒറ്റക്കല്ല് സ്ഥാപിച്ചിരിക്കുന്നത്. ഇതിന്റെ പിന്നിലുള്ള സാങ്കേതിക ജ്ഞാനം അത് മനുഷ്യർക്ക് ഗൂഢമായിരിക്കുകയാണ്. പ്രപഞ്ചത്തിന്റെ നിർമ്മാണം മനുഷ്യന് ഗൂഢമായിരിക്കുന്നത് പോലെ ഈ പിരമിഡിന്റെ നിർമ്മാണം ഗൂഢമായിട്ടിരിക്കുകയാണ്. അതിൽ വെളിപ്പെടേണ്ടതായ ചില കാര്യങ്ങൾ അത് കാലാകാലങ്ങളിൽ വെളിപ്പെട്ടുകൊണ്ടിരിക്കും. ഇന്ന് ശാസ്ത്രം അതിനെക്കുറിച്ച് പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ പിരമിഡിന്റെ ഓരോ ഇഞ്ചും കണക്കാക്കിയാൽ
അതെല്ലാം കാലം, ദിവസം, സംവത്സരം, ഇതിൻ്റെ എല്ലാം ആകെ തുക അതിൽ അടങ്ങിയിട്ടുണ്ട്. അത് ശാസ്ത്രീയമായിട്ട് കണ്ടുപിടിക്കാവുന്നതാണ്. അപ്പോൾ നമ്മൾ അത് കൂടുതൽ തെളിവായിട്ട് മനസ്സിലാക്കും. അപ്പൊ ഈ പിരമിഡിന്റെ ഏറ്റവും മുകളിൽ സ്ഥാപിച്ചിരിക്കുന്ന കല്ലിനെ കുറിച്ചാണ് സിയോനിൽ ഞാൻ ശോധന ചെയ്ത കല്ലെന്ന് യേശുക്രിസ്തുവിനെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത്. റോമാലേഖനം 9-ാം അധ്യായം 33-ാം വാക്യം നമുക്ക് ഒന്ന് പരിശോധിക്കാം. പ്രധാനമായിട്ടും ദൈവത്തിൻ്റെ സൃഷ്ടികൾ, അതിൽ ഒരു വലിയ അത്ഭുതമാണ് പ്രപഞ്ചം. രണ്ടാമത് മനുഷ്യൻ എന്ന് പറയുന്നത് ഒരു വലിയ അത്ഭുത സൃഷ്ടിയാണ്. പിരമിഡ് ഒരു അത്ഭുത സൃഷ്ടിയാണ് ദൈവത്തിൻ്റെ. ഇതിൽ ഓരോ സൃഷ്ടികളെ കുറിച്ചുമുള്ള ദൈവത്തിൻ്റെ ഉദ്ദേശങ്ങൾ അതിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്. മനുഷ്യനെങ്ങനെ അത്ഭുതമായിരിക്കുന്നത്? മനുഷ്യന് ദൈവം വിശേഷ ബുദ്ധിയോടുകൂടി മനുഷ്യനെ സൃഷ്ടിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. ഭൂമിയിലുള്ള മനുഷ്യേതര മറ്റ് ജീവികൾക്കൊന്നും ഈ വിശേഷ ബുദ്ധി ഇല്ല. ഇതാ ഞാൻ സിയോനിൽ ഇടർച്ചക്കല്ലും തടങ്ങൽ പാറയും വയ്ക്കുന്നു, അവനിൽ വിശ്വസിക്കുന്നവൻ ലജ്ജിച്ചു പോകുകയില്ല എന്ന് എഴുതിയിരിക്കുന്നു. ഇതാ ഞാൻ സിയോനിൽ ഇടർച്ചക്കല്ലും തടങ്കൽ പാറയും വയ്ക്കുന്നു. യേശുക്രിസ്തു എങ്ങനെയാണ് മൂലക്കല്ലായിരിക്കെ തന്നെ ഇടർച്ചക്കല്ലായി തീർന്നത്? നമ്മൾ ആദ്യം പറഞ്ഞില്ലേ, പിരമിഡിന്റെ നിർമ്മാണത്തിൽ ഈ ഏറ്റവും മുകളിൽ വെച്ചിരിക്കുന്ന ഈ കല്ലിന്റെ ആകൃതി മറ്റ് കല്ലുകളോട് യോജിക്കാത്ത വിധത്തിൽ തോന്നിയതുകൊണ്ട് ആ കല്ല് എവിടെ പണിയാൻ സാധിക്കും എന്നുള്ള ബോധ്യമില്ലാതെ അതൊരു ഇടർച്ചയുടെ കല്ലായി തീർന്നു. യേശുക്രിസ്തു ഈ ഭൂമിയിൽ ഒന്നാമത് വന്നപ്പോൾ ഇങ്ങനെയായിരുന്നു. യഹൂദൻ യേശുക്രിസ്തുവിനെ കൂടാതെ തന്നെ ആലയം പണിയാനാണ് തീരുമാനം. യേശുക്രിസ്തു അവർക്ക് ഇടർച്ചക്കല്ലും ഒരു തടങ്കൽ പാറയുമായി അനുഭവപ്പെട്ടു. ഈ തടങ്കൽ പാറയായിട്ട് ഈ മൂലക്കല്ല് പിരമിഡിന്റെ നിർമ്മാണത്തിലും ഇങ്ങനെ തന്നെ അനുഭവപ്പെട്ടു. അതിന്റെ ആകൃതി കൊണ്ട്. യേശുക്രിസ്തുവിന്റെ ആകൃതി എന്താ? അവൻ ദൈവപുത്രനായിരുന്നു. ആ അവസ്ഥയിൽ നിന്നും പൂർണ്ണ മനുഷ്യപ്രകൃതിയിലായി യേശുക്രിസ്തു ലോകത്തിൽ വന്നപ്പോ അതുപോലെ ഒരു മനുഷ്യനെ കാണാൻ സാധ്യമല്ല. യേശു പൂർണ്ണ മനുഷ്യനായിരുന്നു. ഈ പിരമിഡിന്റെ നിർമ്മാണമൊക്കെ കണക്ക് കൂട്ടുന്നത് തന്നെ BC എന്നുള്ള കണക്കിലാണ്. AD BC. ലോക ചരിത്രത്തെ രണ്ടായി വിഭജിച്ച കാലഘട്ടമാണ് യേശുക്രിസ്തുവിന്റെ ജനനം. ഇന്നും യേശുക്രിസ്തു ജനിച്ചിട്ടില്ല എന്നും യേശുക്രിസ്തു ചരിത്ര പുരുഷനല്ല എന്ന് പ്രസംഗിക്കുകയും ചെയ്യുന്ന ആളുകൾ ഒത്തിരി പേരുണ്ട്. ചരിത്ര വസ്തുതകളെയും സത്യങ്ങളെയും യാഥാർത്ഥ്യങ്ങളെയും കണ്ണടച്ച് ഇരുട്ടാക്കിക്കൊണ്ട് ജനങ്ങളെ വിഡ്ഢികളാക്കുന്ന പ്രാസംഗികന്മാർ ഒരുപാട് പേരുണ്ട്. അപ്പോ യേശുവിന്റെ ജനനം തന്നെ ലോക ചരിത്രത്തെ വഴിതിരിച്ചു വിട്ടതാണ്. അത് മനസ്സിലാക്കാതെയാണ് ആളുകൾ സംസാരിക്കുന്നത്. അപ്പോൾ AD BC 4000 4500 അകളിലാണ് ഈ പിരമിഡ് നിർമ്മിച്ചതെന്നൊക്കെയാണ് പറയുന്നത്.
ഏതായാലും ഇതിൽ ദൈവം ഉൾക്കൊള്ളിച്ചിരിക്കുന്ന സത്യങ്ങൾ മനസ്സിലാക്കുക എന്നുള്ളതാണ് നമുക്ക് പ്രധാനപ്പെട്ട കാര്യം. അപ്പൊ ഇത് ശോധന ചെയ്ത കല്ലാണ്, ഇടർച്ചക്കല്ലാണ്. ആ കല്ല് തന്നെ മൂലക്കല്ലായി തീർന്നു. അത് ലോകത്തിന്റെ ദൃഷ്ടിയിൽ ആശ്ചര്യമായിരിക്കുന്നു. യേശുക്രിസ്തു ലോകത്തിന്റെ ദൃഷ്ടിയിൽ ആശ്ചര്യമാണ്. എന്തുകൊണ്ടാണ്? ക്രിസ്തുവിനെ കുറിച്ച് മനസ്സിലാക്കുവാനുള്ള ആഗ്രഹവും അതിനുള്ള പക്വതയും ഇല്ലാത്തതുകൊണ്ടാണ്. അപ്പൊ സിയോനിൽ ഇട്ടിരിക്കുന്ന ഈ കല്ല്, എഫേസ്യ ലേഖനത്തിന്റെ 2-ാം അധ്യായം 20 മുതലുള്ള 1-2 വാക്യങ്ങൾ നമുക്ക് നോക്കാം. ഈ മഹാപിരമിഡുമായിട്ട് ഈ വാക്യം എങ്ങനെ യോജിക്കുന്നു എന്ന് പരിശോധിക്കും. എഫേസ്യർ 2:20 മുതലുള്ള 1-2 വാക്യങ്ങൾ. ക്രിസ്തുയേശു തന്നെ മൂലക്കല്ലായിരിക്കെ നിങ്ങളെ അപ്പോസ്തലന്മാരും പ്രവാചകന്മാരും എന്ന അടിസ്ഥാനത്തിന്മേൽ പണിതിരിക്കുന്നു. അവനിൽ കെട്ടിടം മുഴുവനും യുക്തമായി ചേർന്ന് കർത്താവിൽ വിശുദ്ധ മന്ദിരമായി വളരുന്നു. ക്രിസ്തുയേശു തന്നെ മൂലക്കല്ലായിരിക്കെ നിങ്ങളെ അപ്പോസ്തലന്മാരും പ്രവാചകന്മാരും എന്ന അടിസ്ഥാനത്തിന്മേൽ പണിതിരിക്കുന്നു. ഇവിടെ ഈ മൂലക്കല്ല് എവിടെയാ? മുകളിൽ തന്നെയാ. പിരമിഡിന്റെ മുകളിലുള്ള മൂലക്കല്ല്. ആ മൂലക്കല്ലിനോട് ചേർന്ന് പണിയപ്പെടുന്നത് അപ്പോസ്തലന്മാരെയാണ്. അതിന്റെ താഴെ പണിയപ്പെടുന്നത് പ്രവാചകന്മാരെ. അപ്പോൾ ഇങ്ങനെ ഈ പണി മൂലക്കല്ലിനോട് ചേർത്ത് പണിത് നമ്മൾ വരുമ്പോൾ ഇതിന്റെ അടിഭാഗത്തേക്ക് വരുംതോറും ഈ കല്ലുകളുടെ എണ്ണം കൂടിക്കൊണ്ടിരിക്കും. ദൈവവും യേശുക്രിസ്തുവും ആയിട്ട് ബന്ധമുള്ള ആളുകളെയാണ് ഈ പിരമിഡിന്റെ മൂലക്കല്ലിനോട് ചേർത്ത് പണിതിരിക്കുന്ന കല്ലുകൾ സൂചിപ്പിക്കുന്നു. അങ്ങനെ കെട്ടിടം മുഴുവനും യുക്തമായി ചേരുന്നു. ആ മൂലക്കല്ലാകുന്ന പിരമിഡിനോട് ചേർന്ന് ബാക്കി കല്ലുകൾ പണിത് വരുന്നു. താഴോട്ട് വരുന്ന കല്ലുകളുടെ എണ്ണം വളരെ കൂടുതലാണ്. അതിന് ഈ പിരമിഡിന്റെ ആകൃതിയല്ല വളർന്നു. ആ കല്ലുകളെല്ലാം ചതുരമോ സമചതുരമോ ആയിരിക്കും. ഇത് മുഴുവൻ ലോകജാതികളെയുമാണ് സൂചിപ്പിക്കുന്നത്. മുഴുവൻ ലോകജാതികളെയും ക്രിസ്തുയേശുവിനോട് ചേർത്ത് പണിയപ്പെടുന്നു എന്നതിനെയാണ് സൂചിപ്പിക്കുന്നത്. അപ്പോൾ മൊത്തത്തിൽ ഈ പിരമിഡ് ക്രിസ്തുയേശുവിന്റെ കീഴിലുള്ള ആദാമ്യ ഭവനത്തെയാണ് സൂചിപ്പിക്കുന്നത്. പിരമിഡിന്റെ അഗ്രം ഉയർന്നു നിൽക്കുന്നു. യേശുക്രിസ്തു മുഖാന്തരമുള്ള മനുഷ്യരാശിയുടെ ബന്ധം അത് പിതാവായ ദൈവത്തിങ്കിലേക്ക് എത്തിക്കുന്നതിൻ്റെ ഒരു നിർമ്മാണം കൂടിയാണ് ഇതിൽ നമ്മൾ കാണുന്നത്. ഇത് മിസ്രൈമിന്റെ നടുവിലാണ്. ഇരമ്യ 32:30 അതിനെക്കുറിച്ച് പറയുന്നു. ഈ നിർമ്മാണം എന്തിനു വേണ്ടിയാണ്? നീ മിസ്രയീം ദേശത്തും ഇന്നുവരെയും ഇസ്രായേലിലും
മറ്റു മനുഷ്യരുടെ ഇടയിലും അടയാളങ്ങളും അത്ഭുതങ്ങളും പ്രവർത്തിച്ച് ഇന്നുള്ളതുപോലെ നിനക്ക് ഒരു നാമം സമ്പാദിക്കുകയും നിന്റെ ജനമായ ഇസ്രായേലിനെ അടയാളങ്ങൾ കൊണ്ടും അത്ഭുതങ്ങൾ കൊണ്ടും ബലമുള്ള കൈകൊണ്ടും ദൈവം ഇസ്രായേലിലും ഇസ്രായേലിലും അടയാളങ്ങൾ പ്രവർത്തിച്ചു എന്ന് പറയുന്നു. എന്താ ഇസ്രായേൽ ചെയ്ത അടയാളം? ഇസ്രായേൽ അടിമകളായിരുന്നപ്പോൾ അവരെ മോചിപ്പിക്കുവാൻ അവിടെ ചെയ്ത 10 അത്ഭുതങ്ങൾ, അടയാളങ്ങൾ, 10 കാര്യങ്ങൾ, അതും ഇസ്രായേലിൽ ചെയ്തു. അതോടുകൂടി ഇസ്രായേലിന് ഒരു ദൈവമുണ്ടെന്നുള്ളത് ഫറവോനും അന്നുള്ള ലോകജാതികൾക്കും ബോധ്യമായി. അതുപോലെ ഇസ്രായേലിൽ ചെയ്തിരിക്കുന്ന മറ്റൊരു അടയാളമാണ് ഈ പിരമിഡ്. ഈ പിരമിഡിനെ കുറിച്ച്, ഇതിൻ്റെ ഉള്ളിലുള്ള പണികളെ കുറിച്ച് അടുത്ത ദിവസം നമുക്കൊരു വിഷയമായിട്ട് ചിന്തിക്കാം. ആമുഖമായി ഇത്രയും പറഞ്ഞുകൊണ്ട് ഇന്ന് ഈ വിഷയം അവസാനിപ്പിക്കുന്നു. തുടർന്നും ഈ വിഷയം നമുക്ക് വ്യക്തമായി പരിശോധിക്കാം. ഇത്രയും പറഞ്ഞുകൊണ്ട് ഇന്ന് അവസാനിപ്പിക്കും.